വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോണേ. അതായത് 10th പ്രിലിംസിന് ഫസ്റ്റ് സ്റ്റേജില് അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുള്ള രണ്ടാം ഘട്ടത്തിലുമായിട്ട് സംസ്ഥാന പുനഃസംഘടന, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം എന്നീ ഭാഗത്തുനിന്ന് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ സംസ്ഥാന പുനഃസംഘടനയും നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം ഒക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ നിങ്ങൾ പഠിക്കുക. ടീച്ചർ പോയിന്റുകൾ ബോർഡിൽ എഴുതാം. അപ്പൊ ശ്രദ്ധിച്ചോളോ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അപ്പൊ സ്വാതന്ത്ര്യം നേടി ഇപ്പൊ ഇന്ത്യയിൽ നിറച്ച നാട്ടുരാജ്യങ്ങളാണ്. ഇന്ത്യയിൽ എത്രമാത്രം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയോ? 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. ഇതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേൽ പറയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ് ടീച്ചർ പറയാൻ പോണേ. പട്ടേൽ പറയാണ്, കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാട്ടുരാജ്യങ്ങളേക്ക് ഏകീകരിച്ച് ഒരു എന്താ പറയുന്നത്, രാജ്യമാക്കി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാക്കി മാറ്റണം എന്നുള്ളത് ആരുടെ അഭിപ്രായമായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിന്റെ അഭിപ്രായമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ എന്താ പറയാ, നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഗവൺമെന്റിന്റെ നിലപാട്. ഇടക്കാല ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഇടക്കാല ഗവൺമെന്റിന്റെ ഉപപ്രധാനമന്ത്രി പദവി അതുപോലെ തന്നെ എന്താണ്, ഒരു പദവിയും കൂടി ഉണ്ടല്ലോ, ആഭ്യന്തരമന്ത്രി പദവി ഒക്കെ വഹിച്ചിരുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്തതും ഇദ്ദേഹമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം എപ്പോഴും ചോദിക്കാറുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്തത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു. അതിലൊരു എത്ര വ്യക്തികൾ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അപ്പൊ അതിലൊരാള് ആരാണ്? പട്ടേലാണ് എന്ന് നമുക്കറിയാം. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ഉത്തരം പറയണ്ടേ? മലയാളിയുടെ പേര് ചോദിച്ചാൽ നമ്മൾ VP മേനോൻ എന്ന് പറയണം. അങ്ങനെ ഒരു ചോദ്യം കൂടാതെ എന്താണ്, നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആരുടെ പേര് തന്നെയാ പറയണ്ടേ? VP മേനോന്റെ പേര് തന്നെയാണ് പറയണ്ടേ. ഇനി ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ നമ്മൾ ഒരു പ്രക്രിയയൊക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആ പ്രക്രിയയുടെ പേര് ലയന കരാർ എന്നാണ്. അപ്പൊ ലയന കരാർ വഴി, ഈ കരാർ വഴി നമുക്ക് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ എന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ജൂനഗഡ് ആണ്. ജൂനഗഡ് സമ്മതിച്ചില്ല. അടുത്തത് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദും പറഞ്ഞു ഞങ്ങൾക്കും പറ്റില്ല. അടുത്തതാരാണ്? കാശ്മീരാണ്. അവരും യോജിക്കാൻ തയ്യാറായില്ല. അടുത്തതാരാണ്? മണിപ്പൂരാണ്. ഇത്രയും 4 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനോട് എന്താണ് എന്താ പറയാ, ചേരാനായിട്ട് വിസമ്മതിച്ചു നിന്നു. ഇനി എന്നാൽ ജൂനഗഡിനെ നമ്മൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചു. എല്ലാത്തിനെയും ലയിപ്പിച്ചൂല. അപ്പൊ ഓരോന്നിനും ലയിപ്പിച്ചത് എങ്ങനെയാണ്? ജൂനഗഡിനെ ജനഹിത പരിശോധന വഴിയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത്, അല്ലെങ്കിൽ പ്ലെബിസൈറ്റ് വഴിയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് എന്ന് 1948 ഫെബ്രുവരി മാസത്തിൽ. ഇനി അടുത്തത് കാശ്മീരിനെ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടി നമ്മുടെ ലയന കരാറിൽ ഒപ്പിട്ടത് ആരാണ്? രാജാ ഹരിസിംഗ് ആണ്. 1947 ഒക്ടോബർ 26 ആര്? രാജാ ഹരിസിംഗ് അതില് ഒപ്പിട്ടു എന്ന് പറയാം. നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ് ഭരിച്ചിരുന്നത് നൈസാം ആണ്. ആരാ ഭരിച്ചിരുന്നത്? നൈസാം ട്ടോ.
പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇത് ആരാ ഭരിച്ചിരുന്നേ എന്നുള്ളത്. അപ്പോ ഇവര് എന്താണ് ഇതിലേക്ക് ചേരാൻ തയ്യാറായില്ല. നൈസാം എന്താ പറയാ അവിടെ ഭയങ്കര നൈസാമിനെതിരെയൊക്കെ വലിയ സമരവും കാര്യങ്ങളൊക്കെ നടന്നു ആൾക്കാരുടെ. അങ്ങനെ ഈ ആൾക്കാർക്ക് സമരത്തെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം ഹൈദരാബാദിലുള്ളവർക്കൊക്കെ നാട്ടുരാജ്യങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാ, പക്ഷെ നൈസാം സമ്മതിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു അർദ്ധസൈനിക വിഭാഗത്തെയൊക്കെ ഇവർക്കെതിരെ ഉപയോഗിച്ചു. റസാക്കർസ് എന്നാണ് അർദ്ധസൈനിക വിഭാഗത്തിന്റെ പേര്. എന്തൊക്കെയായാലും 1948 സെപ്റ്റംബർ മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു സൈനിക നീക്കം ആരംഭിച്ചു. അതിന്റെ പേര് ഓപ്പറേഷൻ പോളോ. ഈ ഓപ്പറേഷൻ പോളോയിലൂടെ ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു എന്ന് മനസ്സിലാക്കിക്കോളൂ. ഇനി അടുത്തത് എന്താണ്, മണിപ്പൂരാണ്. മണിപ്പൂരും കൂടി യോജിക്കാണ്ട്. മണിപ്പൂരിലെ അന്നത്തെ മഹാരാജാവ് ബോധ ചന്ദ്ര സിംഗ് എന്ന് പറയുന്ന ആളാണ്. ബോധ ചന്ദ്ര സിംഗ് ആയിരുന്നു. ഇനി അടുത്തത് പൊതുജനാഭിപ്രായത്തിന് വഴങ്ങി മണിപ്പൂരിലെ രാജാവ് തെരഞ്ഞെടുപ്പൊക്കെ നടത്തി നിയമസഭ എന്ത് ചെയ്തു, രൂപീകരിച്ചു. അങ്ങനെ 1948 നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ പ്രദേശം ഏത് എന്ന പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് ഏതാണ്, മണിപ്പൂരാണ് എന്ന് ഓർക്കുക. മണിപ്പൂർ മഹാരാജാവും ലയന കരാറിൽ അങ്ങനെ ഒപ്പിട്ടത് 1949 സെപ്റ്റംബർ മാസത്തിലാണ്. അങ്ങനെ നമ്മൾ എല്ലാ നാട്ടുരാജ്യങ്ങളും ഒപ്പിട്ട് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രധാനപ്പെട്ട ആ ആഗ്രഹം നടന്നു അല്ലെ. അതായത് നാട്ടുരാജ്യങ്ങളായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു യൂണിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട്. അങ്ങനെ അപ്പോ എന്താണ്, ഇനി നമുക്ക് എന്തുണ്ടാവണം, ഓരോരോ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളായിട്ട് ഇതിനെ മാറ്റണം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ഒരു ഇത് പല എന്താ പറയാ കമ്മിറ്റികളിലും ഒക്കെ വന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, 1920 നാഗ്പൂരിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന്. പക്ഷേ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം അതിനെ അംഗീകരിച്ചില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഘടനവാദ ഭീഷണി കേട്ടോ, വിഘടനവാദ ഭീഷണി. ഇനിയും വീണ്ടും വിഘടിച്ചു പോയാലോ ആ വിഘടനവാദ ഭീഷണി ഒഴിവാക്കുക, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നീ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അപ്പോ പല ഭാഷയായിട്ട് സംസ്ഥാനങ്ങൾ ഉണ്ടായ ഒരു ഐക്യം ഉണ്ടാവില്ലേ എന്നൊക്കെ അവർക്ക് പേടിയുണ്ടായിരുന്നു അത്രേ. എന്തൊക്കെയായാലും 58 ദിവസമാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സംസ്ഥാനം വേണം എന്ന് പറഞ്ഞ പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി എന്തിരുന്നത്, പോറ്റി ശ്രീരാമലു നിരാഹാരിരുന്നത്. അങ്ങനെ അദ്ദേഹം നിരാഹാരിരുന്ന് മരിച്ചു. അപ്പൊ നമുക്ക് ഒരു നിവൃത്തിയില്ലാണ്ട് നമ്മൾ 1953 ഭാഷാടിസ്ഥാനത്തിൽ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി എന്ത് രൂപീകരിച്ചു, ഒരു സംസ്ഥാനം രൂപീകരിക്കുകയാണ്, ആന്ധ്ര എന്ന പേരിൽ. അങ്ങനെ 1953 തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ ഒരു കമ്മീഷൻ കൊണ്ടുവന്നു. ആ കമ്മീഷന്റെ പേര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നാണ്. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു, ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ജസ്റ്റിസ് ഫസൽ അലിയാണ് പ്രധാന ആള് അല്ലെ. ഫസൽ അലിയെ കൂടാതെ ആരുണ്ടായിരുന്നു, HN കുൻസ്രു. ആരുണ്ടായിരുന്നു, HN കുൻസ്രു ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ആരുണ്ടായിരുന്നെ, KM പണിക്കർ, സർദാർ KM പണിക്കർ. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായ മലയാളി ആരാന്ന് ചോദിച്ചാൽ KN പണിക്കർ പറയണം കേട്ടോ. ഇനി അടുത്തത്, അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം 1956 സംസ്ഥാന പുനഃസംഘടന എന്താ പറയാ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരികയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ 1956 നവംബർ 1 പരീക്ഷയുടെ അടുത്ത ചോദ്യം, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിൽ നിലവിൽ വന്നു. പിന്നീട് 1960 മഹാരാഷ്ട്ര, ഗുജറാത്ത്, 1966 പഞ്ചാബ്, 1972 മണിപ്പൂർ, ത്രിപുര, മേഘാലയ, പിന്നെ 87 അരുണാചൽ പ്രദേശ്, മിസോറാം, അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങൾ വന്ന് അവസാനം 2014 ജൂൺ മാസം 2-ാം തീയതി
ആര് നിലവിൽ വന്നു? തെലുങ്കാന കൂടി നിലവിൽ വന്നു. ആരാ വന്നേ? തെലുങ്കാന കൂടി നിലവിൽ വന്നു. അപ്പൊ ഇത്രയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങള്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. അടുത്ത ദിവസം തൊട്ട് നമ്മൾ VFAയുടെ ക്ലാസ്സും കൂടി തുടങ്ങുന്നതായിരിക്കും എന്ന് ടീച്ചർ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. VFAയുടെ ഹോട്ട് ടോപ്പിക്സും കൂടെ തുടങ്ങാം കേട്ടോ.